അപ്പോൾ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എനിക്ക് ഗ്രാവിറ്റിയിലൊരു ബുള്ളിഷ്നെസ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ എൻട്രി എടുക്കാൻ ഇവിടെയാണ് എൻട്രി പ്ലാൻ ചെയ്യുന്നത് 1848.05. പിന്നെ സ്റ്റോപ്പ് ലോസ് വിൽ ബി ഈ ഹാമറിൻ്റെ ലോ ആൻഡ് ടാർഗറ്റ് 1880.15 വെക്കാൻ പ്ലാൻ. പിന്നെ എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് ഇത് ഈ ലെവലായിരിക്കും ആൻഡ് സെക്കൻഡ് ടാർഗറ്റ് ഇതായിരിക്കും. ഇവിടെ ഒരു പോവോ അറിയില്ല, ബട്ട് ഞാൻ ഹാഫ് ക്വാണ്ടിറ്റി 1880.15 എക്സിറ്റ് വെക്കും ഹാഫ് ക്വാണ്ടിറ്റി ആയിട്ട്. ഇപ്പോൾ 11 ക്വാണ്ടിറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കാം കിട്ടുന്നതിൽ നോക്കാം. ഞാൻ നോക്കട്ടെ കിട്ടുന്നതിൽ. അപ്പോൾ കിട്ടി എൻട്രി കിട്ടിയിട്ടുണ്ട് ആൻഡ് നമുക്ക് വേഗം പെട്ടെന്ന് SL വെക്കാം. 35 ആണ്. അപ്പോൾ 1834 താഴെ വെക്കാം, കുറച്ച് 34.90 വെക്കാം. അപ്പോൾ SL സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് കുറച്ച് ഡിസിപ്ലിനായിട്ട് ട്രേഡ് നോക്കണം. അപ്പോൾ ഞാനിത് ഫാസ്റ്റ് ഫോർവേഡ് ആക്കിയിട്ട് കാണിക്കാം. അപ്പോൾ ഗൈസ് ഇപ്പോൾ ടൈം 1:15 2 മണിക്കൂർ കൂടുതലായി. സൈഡ് വേസ് തന്നെയുണ്ട് മാർക്കറ്റ്. പിന്നെ 10:45 എന്തോ എൻട്രി എടുത്തത്. ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഒരു റേഞ്ചിൽ തന്നെ ആയിട്ടുണ്ട്. ആൻഡ് നോക്കാം എങ്ങനെ പോകാൻ നോക്കാം. ഞാൻ അപ്ഡേറ്റ് ആക്കാം. അപ്പോൾ ഗൈസ് എനിക്ക് ഇതിലും ഒരു ബുള്ളിഷ്നെസ് പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിലും ഒരു എൻട്രി സെറ്റ് ചെയ്തിട്ടുണ്ട്. 839.40 എൻ്റെ എൻട്രി പ്രൈസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ 102 ആണ് ഞാൻ ടാർഗറ്റ് വെക്കുന്നത്. അപ്പോൾ അതായതാണ് ഓർഡറിൽ പെൻഡിങ്ങിലുണ്ട്. നോക്കാം, എൻട്രി കിട്ടിയാൽ ഞാൻ അപ്ഡേറ്റ് ആക്കാം. പിന്നെ ഇതിൽ 102 തന്നെ മെയിൻ ടാർഗറ്റ്. ചെറിയ റിസ്ക് എടുക്കുന്നത് 100 റുപ്പീസ് മാത്രം. ഇപ്പോൾ ഗ്രേവിറ്റ നോക്കാം. ഗ്രേവിറ്റ ഒരു 2-2.5 മണിക്കൂർ കൂടുതലായി.
ഒരു റേഞ്ചായിട്ട്. ഇനിയിപ്പോൾ ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്, നല്ല വോളിയൂമും ഉണ്ട്. അപ്പോൾ നോക്കാം എങ്ങനെ നമ്മളെ ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റാണോ ഇല്ലേ അതോ എങ്ങനെ പോകുന്നു നോക്കാം. SL ഇത് ഞാൻ ട്രയൽ ചെയ്യുന്നില്ല. SL ട്രയൽ ഞാൻ ജസ്റ്റ് ആ ടാർഗറ്റിൻ്റെ അടുത്തെത്താനാകുമ്പോൾ SLനെ കുറച്ച് ട്രയൽ ചെയ്യാനാണ് പ്ലാൻ. ട്രയൽ ചെയ്യുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ആക്കാം. അപ്പോൾ ഗൈസ് സൈ ലൈഫ് എൻട്രി പ്രൈസിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എൻട്രി തന്നിട്ടാണ് ജസ്റ്റ് വരുന്നുണ്ട്, കുറച്ച് ബാക്കിയുണ്ട്. നോക്കാം അങ്ങനെ വരുന്നുണ്ട്. 839.40 ഞാൻ സെറ്റായിട്ട് 0.50 എത്തി. ഇതൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടാണ്. നോക്കട്ടെ എനിക്ക് കിട്ടുമോ ഇല്ലേ. ചിലപ്പോൾ കിട്ടാണ്ട് മീത്ത പോകും, അതും ഒരു കാര്യമാണ്. നോക്കാം ഇനി ഞാൻ നോക്കട്ടെ. ജസ്റ്റ് ഇപ്പാണ് കംപ്ലീറ്റ് ആയ നോട്ടിഫിക്കേഷൻ വന്നു. ആൻഡ് ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് SL സെറ്റ് ചെയ്യാം. SL എന്തായിരുന്നു 833.90. അപ്പം 833.90 SL വെക്കാം. സോ ഇതിൽ പ്രോഫിറ്റ് ഞാൻ 1/2 ഞാൻ എക്സിറ്റ് ആക്കാൻ പ്ലാൻ ആക്കുന്നത്. ഇതൊരു വലിയതായിട്ട് ഇങ്ങനെ A+ പോലെ തോന്നിച്ചു, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ചെറിയ റിസ്ക് എടുത്ത്. സാധാരണ ഞാൻ 130 എടുക്കാറ്, പക്ഷേ ഇതിൽ 100 എടുത്തിട്ട് നോക്കാം എങ്ങനെ പോകുന്നു. അപ്പോൾ ഗൈസ് ഞാൻ SL ട്രയൽ ചെയ്യാനാണ് പ്ലാൻ ആക്കിയത്. ഈ ലെവലിലാണ് ഞാൻ അവിടെയാണ് SL വെക്കേണ്ട പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ എനിക്ക് പ്രോഫിറ്റ് സാധാരണ 1:1 ആയിട്ടുണ്ട്. അപ്പോൾ SLനെ ട്രയൽ ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ 1846 അല്ലേ, അപ്പോൾ 45.95 വെക്കാം, അല്ലെങ്കിൽ 45.90 വെക്കാം. സോ ടൈം ഇപ്പോൾ 2 മണിയായി, അതുകൊണ്ടാണ് ഞാൻ SLനെ കുറച്ച് ട്രെയിലാക്കാനാണ് ഡിസൈഡ് ആക്കിയത്. ബിക്കോസ് 1:1 തന്നിട്ടുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും പെട്ടെന്ന് ഒരു ഡൗണിലേക്കും പോയാലും ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങെല്ലാം വന്നാലും എനിക്ക് ജസ്റ്റ് കോസ്റ്റ് ബ്രേക്ക് ഈവൻ ആയിട്ട് തന്നെ പോകും. അതുകൊണ്ട് ഞാൻ SL ട്രെയിൽ ചെയ്യാനാണ് പ്ലാൻ ആക്കിയത്. അപ്പോൾ ഇനി ഫാസ്റ്റ് ഫോർവേഡ് ആക്കിയിട്ട് കാണിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ SL വീണ്ടും ട്രെയിൽ ചെയ്യാനാണ് പ്ലാൻ ആക്കുന്നത്. ഈ സ്വിംഗ് ആയി ബ്രേക്ക് ആയ പാട് അബോവ് എൻട്രി പ്രൈസ്, അല്ലെങ്കിൽ ആ എൻട്രി പ്രൈസിൻ്റെ അബോവ് ജസ്റ്റ് ഒരു സ്വിംഗ് ഇല്ല, അവിടെ വെക്കാനാണ് പ്ലാൻ ആക്കുന്നത്. അപ്പോൾ നോക്കാം എങ്ങനെ ബ്രേക്ക് ആകാൻ ഇല്ലേ നോക്കാം. ഈ സ്വിംഗ് ആയി സോ ഗൈസ് സ്വിംഗായി ബ്രേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ SLനെ ട്രയൽ ചെയ്തിട്ട് ഈ സ്വിങ്ങിൻ്റെ ഇവിടെ വെക്കാനാണ് പ്ലാൻ. 1848.80. അപ്പോൾ മോഡിഫൈ കൊടുക്കാം 1848.80. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ SLും ട്രയൽ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതെങ്കിലും മാർക്കറ്റ് പെട്ടെന്നായിട്ട് താഴെ വന്നാലും നമുക്ക് ലോസ് ആകാൻ പോവില്ല. അപ്പോൾ നമ്മളെ റിസ്കിനെ അങ്ങനെ മിനിമൈസ് ചെയ്തു, റിസ്ക് ഇങ്ങനെ കുറച്ച് കൊണ്ടുപോയി. അപ്പോൾ ട്രെയിലിംഗ് എപ്പോഴും ഹെൽപ്ഫുള്ളാണ്. സോ ലെറ്റ്സ് സീ. ഇപ്പോൾ ടാർഗറ്റിൻ്റെ അടുത്തായിട്ട് ഇപ്പോൾ ഒരു റിജക്ഷനും വരുന്നുണ്ട്. അപ്പോൾ ടാർഗറ്റ് ഹിറ്റാവോ ഇല്ല നോക്കാം. ഫാസ്റ്റ് ഫോർവേഡ് ആക്കണോ അതോ വേണ്ടപ്പാ? അല്ലെങ്കിൽ ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ആക്കാം, കാരണം അതിപ്പോൾ ഷൂട്ടിംഗ് സ്റ്റാർ ആകുന്നുണ്ട്. അപ്പോൾ നോക്കാം എങ്ങനെ ഫോൾ ആവുമോ അതോ വീണ്ടും ഫോളായിട്ട് അപ്പ് പോകുമോ നോക്കാം. അപ്പോൾ ഓക്കെ. അപ്പോൾ ഗൈസ് ഞാൻ SLനെ ഇടാണ് ട്രെയിലാക്കാൻ ഇനി പ്ലാൻ ചെയ്യുന്നത്. അഗ്രസീവായിട്ട് ചെയ്യുന്നില്ല, ഞാൻ അങ്ങനെ അഗ്രസീവ് ട്രെയിലിംഗ് ചെയ്യാറില്ല, ജസ്റ്റ് കുറച്ചാണ് ചെയ്യൽ. അപ്പോൾ മോഡിഫൈ കൊടുക്കാം 1852 മതി. ഡൺ. അപ്പോൾ ടാർഗറ്റിൻ്റെ ജസ്റ്റ് വോളിയം നല്ല വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ടാർഗറ്റ് എത്താനായി. അപ്പോൾ ടാർഗറ്റ് ഹിറ്റാകുമ്പോൾ ഹാഫ് ക്വാണ്ടിറ്റിയാണ് നമ്മൾ എക്സിറ്റ് ആകുന്നത്. ഇനി പിന്നെ ബാക്കി ക്വാണ്ടിറ്റിനെ ഞാൻ ട്രയൽ ചെയ്യും, അല്ലെങ്കിൽ ട്രയൽ ചെയ്യാനാണ് പ്ലാൻ. സാധാരണ ഞാൻ ട്രയൽ തന്നെ ചെയ്യാറ്, ബിക്കോസ് മെയിൻ ടാർഗറ്റ് വരെ ഹിറ്റായില്ലെങ്കിൽ ഞാൻ ട്രയൽ ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ഇഫ് മെയിൻ ടാർഗറ്റിൻ്റെ ഹിറ്റായാലും ഞാൻ
ഓൾ ക്വാണ്ടിറ്റി എക്സിറ്റ് ആകും. എന്താണ് ഇപ്പം പ്ലാൻ നോക്കാം. ഹിറ്റ് ആവോ ഇല്ലേ നോക്കട്ടെ. ഇപ്പോൾ ടൈം 2:30 ആയിട്ടുണ്ട്. ഇനി 1 മണിക്കൂറേ ഇല്ലൂ. ഫാസ്റ്റ് ഫോർവേഡ് ആക്കാം അല്ലെങ്കിൽ അപ്പോൾ ഗൈസ് നമ്മൾ ടാർഗറ്റിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഞാൻ 80.20 1880.20 ടാർഗറ്റ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ ഹിറ്റായിട്ട് 80 വന്നിന്. ഹിറ്റായി, നോട്ടിഫിക്കേഷൻ വന്നത് 5 ക്വാണ്ടിറ്റി എക്സിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇനി പേടിക്കണ്ട. ഇനി താഴെ വന്നാലും ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഇട്ടാലും നമുക്കൊരു ഹാഫ് ക്വാണ്ടിറ്റിയിൽ നമുക്ക് പ്രോഫിറ്റ് ബുക്കാക്കാൻ പറ്റും. ഇനിയിപ്പോൾ അടുത്ത പ്ലാൻ പറഞ്ഞാൽ ഈ മെയിൻ ടാർഗറ്റ് ഇട്ടാന്നോ ഇല്ല നോക്കാം. ഇവിടെ ഫുൾ എക്സിറ്റ് ആക്കാനാണ് പ്ലാൻ. ആൻഡ് സമയം ഇപ്പോൾ 2:30 ആയിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റിന് അത്ര ഇത്തപ്പം ടൈമും ഉണ്ടാവില്ല, ബട്ട് വോളിയൂമും ഉണ്ട്. നോക്കാം. അങ്ങനെ ഇപ്പോൾ ട്രെയിലിംഗ് ഞാൻ ചെയ്യും. വോളിയൂമും പിന്നെ ക്യാൻഡലിൻ്റെ എന്ത് ബിഹേവിയർ നോക്കിയിട്ട് നമുക്ക് ട്രെയിൽ ചെയ്യാം. ഇപ്പോൾ സൈ ലൈഫ് കുറച്ച് അവിടെ തന്നെ ഉണ്ട്, എൻട്രി പ്രൈസിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. നോക്കാം എങ്ങനെയാണ്. ഇപ്പോൾ ഇത് 1:2.30 എത്ര തന്നു ഫസ്റ്റ് ടാർഗറ്റിൽ. സോ ഇനി മെയിൻ ഹിറ്റാവോ ഇല്ലേ നോക്കാം. പിന്നെ ഇപ്പം നല്ലൊരു വോളിയൂമും വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കാം. നല്ല സ്ട്രെയിറ്റ് റാലി ആയതല്ലേ. അപ്പോൾ ഒരു റിട്രേസ്മെൻ്റ് ആയിട്ട് പിന്നെ സ്വിങ് ആയി ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് SL വേണമെങ്കിൽ ട്രെയിൽ ചെയ്യാം. അങ്ങനെ നോക്കാം. സോ ഗൈസ്, ഇപ്പം ഞാൻ SLനെ കുറച്ച് ട്രെയിലാക്കാനാണ് പ്ലാൻ ആക്കുന്നത്. ജസ്റ്റ് ഒരു ഇവിടെയാണ് SL വെക്കാൻ പ്ലാൻ ആക്കുന്നത്. അപ്പോൾ 1:56.50 നമുക്ക് SL മോഡിഫൈ ആകാം. 52-ന് 56 ആകാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു ഡൗണിലേക്ക് വന്നാലും ജസ്റ്റ് കുറച്ചങ്ങ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഈസ് വെരി ഹെൽപ്ഫുൾ. ബിക്കോസ് ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല ഇത്ര എൻ്റെ വലിയ ടാർഗറ്റ് ഹിറ്റാവുമോ ഇല്ലേ, ബട്ട് എവിടെയെങ്കിലും താഴെ വന്നാൽ എനിക്ക് കുറച്ചങ്ങ് കിട്ടും. ആൻഡ് പിന്നെ ഹാഫ് ക്വാണ്ടിറ്റി എക്സിറ്റ് ആക്കിയതുകൊണ്ടും എനിക്കൊരു ധൈര്യം വരും. ഇങ്ങനെ ജസ്റ്റ് കുറച്ചങ്ങ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൈ ലൈഫ് ഇവിടെ തന്നെ ഉണ്ട്. ആൻഡ് നോക്കാം ഇത് അപ്സൈഡ് പോവുമോ ഇല്ലേ. സോ ഞാൻ ജസ്റ്റ് ഫാസ്റ്റ് ഫോർവേഡ് ആക്കിയിട്ട് കാണിക്കാം. ബിക്കോസ് 2:37 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഗ്രേവിറ്റ ഇനിയും അപ്പ് പോകണമുണ്ട്. ബട്ട് ചെറുങ്ങനെ റിട്രേസ്മെൻ്റ് ആയിട്ട് പോകുന്നെങ്കിൽ നല്ലപോലെ റൈഡ് ചെയ്യാം. അല്ലെങ്കിൽ നോക്കാം എങ്ങനെയെങ്കിലും എന്തെങ്കിലും ബിയറിഷ് ക്യാൻഡിലോ എന്തെങ്കിലും ഫോം ചെയ്താൽ എങ്ങനെയെങ്കിലും എക്സിറ്റിൻ്റെ അല്ലെങ്കിൽ ഹാഫ് ക്വാണ്ടിറ്റി വീണ്ടും എക്സിറ്റ് ആക്കണോ അത് പ്ലാൻ ചെയ്യും. ആൻഡ് ഓൾസോ ഗൈസ്, ഓവറോൾ നിഫ്റ്റി പിന്നെ മാർക്കറ്റിലും ബെയറിഷാണ്. എന്താ നോക്കൂ, ഫുൾ ഡൗൺ ആണ്. ബട്ട് നമ്മളെ സ്റ്റോക്ക് സെലക്ഷനിൽ നിന്ന് നല്ലപോലെ വർക്കായിട്ടുണ്ട്. നമ്മൾ സ്റ്റോക്ക് മാത്രം ഒരു ബുള്ളിഷ് മൊമെൻറ്റം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇതാ നോക്കൂ, മാർക്കറ്റ് ഫുള്ള് ബെയറിഷാണ്. ഡൗണിലേക്ക് തന്നെ ലോവർ ആക്കിയിട്ട് പോകുന്നുണ്ട്. ആൻഡ് അതുകൊണ്ട് ഗ്രാവിറ്റിയിലാണ് ഞാൻ ട്രെയിൽ ചെയ്തത്. ഇനിയും ട്രെയിൽ ചെയ്യും, ഞാൻ നോക്കട്ടെ. അപ്പോൾ ഞാൻ അപ്ഡേറ്റ് ആകാം. ഓക്കെ, ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാം. എവിടെയെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ വോയിസ് ഇടാം. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ടൈം 3:11 ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ടാർഗറ്റ് ജസ്റ്റ് ഇവിടെ എക്സിറ്റ് ആക്കാൻ 1:4 റിസ്ക് റിവാർഡ് കിട്ടും. അതുകൊണ്ട് അവിടെ സെറ്റാക്കാൻ പ്ലാൻ ചെയ്യുന്നു. ബിക്കോസ് ഇനിയിപ്പോൾ മാർക്കറ്റിന് എൻ്റെ അത്ര മിത ടാർഗറ്റ് പോകാൻ സമയമില്ല. പിന്നെ 3:18 വരെ ഞാൻ മാക്സിമം ഹോൾഡ് ആക്കാറ്. അപ്പോൾ 1900 ആ പ്രൈസിൽ നമുക്ക് സെറ്റ് ചെയ്യാം.
ആൻഡ് നോക്കാം എങ്ങനെ പോകുന്നു നോക്കാം. പിന്നെ സായി ലൈഫ് ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതൊരു ബ്രേക്ക് ഈവൻ അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ തന്നെ എക്സിറ്റ് ആവും തോന്നുന്നു. സ്റ്റോപ്പ് ലോസിന് നമുക്ക് വേണമെങ്കിൽ ട്രെയിൽ ചെയ്യാം. ജസ്റ്റ് കുറച്ച് നമ്മൾ നേരത്തെ എക്സിറ്റ് ആക്കി അതിൻ്റെ കുറച്ച് അബവ് തന്നെ വെക്കാം. അപ്പോൾ കുറച്ച് ബിക്കോസ് ടൈം ഇപ്പോൾ തീരാനായി. ഓക്കെ ഗൈസ്, അപ്പോൾ ടൈം 3:16 ഞാൻ 3:18 എക്സിറ്റ് ആക്കാറ്. അപ്പോൾ ഞാൻ അഗ്രസീവ് ഈ സ്വിംഗ് ലോൺ താഴെ വെക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ബിക്കോസ് ഇനി കുറേ ഹോൾഡ് ചെയ്തു, അതുകൊണ്ട് ഇപ്പോൾ ടൈമും തീരാനായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഈ എസ്-ൽ എക്സിറ്റ് ആക്കാം, പിന്നെ അല്ലെങ്കിൽ നമ്മൾ 1:4 എക്സിറ്റ് ആക്കാം. അപ്പോൾ ഈ പ്രൈസ് വരുന്നത് 1888.20. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാം. മോഡിഫൈ എസ്-ൽ ഓർഡർ 1888.20. അപ്പോൾ 888.10 വെക്കാം. ഓക്കെ, സെറ്റായിട്ടുണ്ട്. അപ്പോൾ നോക്കാം എങ്ങനെ, ബിക്കോസ് ഞാനിപ്പോൾ അഗ്രസീവ് ആയത് ടൈമില്ല, അതുകൊണ്ടാണ് അഗ്രസീവ് ആയത്. ആൻഡ് നമ്മളെ ഗ്രാവിറ്റാസ് എല്ലാം ആയിട്ടുണ്ട്. ആൻഡ് പെർഫെക്റ്റ് പ്ലേസിൽ തന്നെ എസ്-ൽ ട്രെയിൽ ചെയ്തെന്ന് തോന്നുന്നു, ബിക്കോസ് നല്ല ഫോളാകുന്നുണ്ട്. സായി ലൈഫും ഇനി എക്സിറ്റ് ആക്കണം. സായി ലൈഫെല്ലാം ക്യാൻസൽ ആക്കിയിട്ട് മാർക്കറ്റ് പ്രൈസിൽ തന്നെ എക്സിറ്റ് ആക്കാനാണ് പ്ലാൻ. അപ്പോൾ നോക്കാം, അപ്പോൾ എക്സിറ്റ് ആക്കാം. ഓക്കെ, സോ ഗൈസ്, എൻ്റെ ഇന്നത്തെ ട്രേഡ് റിസൾട്ടാണ്. ഗ്രാവിറ്റിയിൽ ഞാൻ 397 റുപ്പീസ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ആൻഡ് ഇവിടെ 24 റുപ്പീസ് ലോസ് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് 2 ദിവസം നമ്മൾ ബ്രേക്ക് ഇവൻ എക്സിറ്റ് ആക്കുന്നത്. ബട്ട് ഇന്ന് നമ്മൾ നല്ല രീതിയിൽ നമ്മൾ റിസ്ക് മാനേജ്മെൻറ്റ് ചെയ്തുകൊണ്ട് നല്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റി. ആൻഡ് എസ്-ൽ ട്രെയിൽ ചെയ്ത ഇവിടെ അതും നല്ലൊരു ഡിസിഷനായിരുന്നു. അഗ്രസീവായിട്ട് ആ ടൈമിൽ തന്നെ എസ്-ൽ ട്രെയിൽ ചെയ്തതുകൊണ്ട്, ബിക്കോസ് നല്ലപോലെ ബേരിഷ് ക്യാൻഡിലാണ് ഫോം ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ എസ്-ൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചെറിയ പ്രോഫിറ്റ് കിട്ടിയിട്ട്, ബട്ട് നോ പ്രോബ്ലം. ആൻഡ് ഇഫ് യു എൻജോയ്ഡ് ദിസ് വാച്ചിങ് വീഡിയോ, പ്ലീസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക. ബിക്കോസ് ഞാൻ ഇതുപോലത്തെ എൻ്റെ ഡെയിലി ലൈവ് ട്രേഡ് വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, ബൈ.